Dear students, very good morning all. We will discuss the topic ratio analysis in advantages. ഒരു ഫോം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് റേഷ്യോ അനലൈസിസ് ഉപയോഗിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ഡാറ്റ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെ അനലൈസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഫോമിനുള്ള ബെനിഫിറ്റ് എന്നുള്ളതാണ്. യൂസേഴ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് റേഷ്യോ അനലൈസിസ് ഇൻ ദ കേസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസിസ്. നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അപ്പോൾ മേജറായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ റേഷ്യോ അനലൈസിസ് ഉപയോഗിച്ചുകൊണ്ട് അനലൈസിസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ ആർക്കൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളത്? അപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ക്രെഡിറ്റേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടോ? ഗവൺമെൻറ് അതോറിറ്റിക്ക് ബെനിഫിറ്റ് ഉണ്ടോ? ദെൻ അതുപോലെ ഷെയർ ഹോൾഡർമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടോ? അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്. ദാറ്റ് മീൻസ് അഡ്വാൻറ്റേജസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് റേഷ്യോ അനലൈസിസ്. Advantages or uses or importance of ratio analysis. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് നമ്മളിവിടെ അനലൈസിന് വിധേയമാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അനലൈസിസ് പ്രോസസ് നടത്തുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് റേഷ്യോ അനലൈസിസ്. അപ്പോൾ ഈ ഒരു റേഷ്യോ അനലൈസിസ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, യൂട്ടിലിറ്റി ടു മാനേജ്മെന്റ്. മാനേജ്മെന്റിന് ബെനിഫിറ്റ് ഉണ്ടാകുന്നു. എന്താണ് മാനേജ്മെന്റിനുള്ള ബെനിഫിറ്റ്? ദെൻ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർ ഡിസിഷൻസ് എടുക്കണം, കോസ്റ്റ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യണം, പ്രൈസ് ഡിറ്റർമിൻ ചെയ്യണം, പ്രോഡക്റ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ ഫോമിന്റെ ഗുഡ് വിൽ ഡിറ്റർമിൻ ചെയ്യണം. അപ്പം അതിൻ്റെ ഓരോ ഏരിയാസിലും ഇപ്പം ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഫോർവേഡ് ചെയ്യുന്നു, ഫോർകാസ്റ്റിംഗ് കൊണ്ടുവരുന്നു, പ്ലാനിങ് ടെക്നിക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ദെൻ ബിസിനസിന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ എങ്ങനെ ഇഫക്റ്റ് ചെയ്യണം, കൺട്രോളിങ് എങ്ങനെ ഉണ്ടായിരിക്കണം, ആരെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഏത് രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഓൾ ഫാക്റ്റും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു റേഷ്യോ അനലൈസിസിലൂടെ മാനേജ്മെന്റിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ടേൺ ഓവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ചെക്ക് ചെയ്യുന്നുണ്ട്, കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റിയും ചെക്ക് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓൾ ഫാക്ട് ഈ ഒരു ബാലൻസ് ഷീറ്റിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു പോകുന്നതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് പ്രോപ്പർ ഡിസിഷൻസ് എടുക്കാൻ പറ്റും, ഡിസിഷൻ മേക്കിംഗ് നടത്താൻ പറ്റും, പ്ലാനിങ് ചെയ്യാൻ പറ്റും, പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, കോസ്റ്റ് സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, ഗുഡ് വിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ ഫാക്റ്റും അനലൈസ് ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റിനെ എയ്ഡ് ചെയ്യുന്നുണ്ട്. സോ യൂട്ടിലിറ്റി ടു മാനേജ്മെന്റ്. Then second one, utility to shareholders and investors. Utility to shareholders and investors. അപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഷെയർ വിൽക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഷെയർ വിൽക്കുന്നു. അപ്പോൾ ആ കമ്പനീൻ്റെ സ്ട്രക്ചർ എന്താണ്, കമ്പനീൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അവിടുത്തെ ഷെയറിൻ്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെയാണ്, റിട്ടേൺ എങ്ങനെ ഉണ്ടായിരിക്കും, ഏത് തരത്തിലുള്ള ഷെയർ എടുത്താലാണെങ്കിൽ ഡിബെഞ്ചർ എടുത്താലാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക, ഏത് ടൈമിൽ എടുത്താലാണ് ബെനിഫിറ്റ് ഉണ്ടാവുക, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഓരോ ഇൻവെസ്റ്ററും എന്ത് ചെയ്യുന്നുണ്ട് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു കമ്പനിയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് വീണ്ടും ഷെയർ ഹോൾഡ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേമിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? ഈ റേഷ്യോ അനലൈസിസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ റേഷ്യോ അനലൈസിസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്
കമ്പനീൻ്റെ ടോട്ടൽ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ടോട്ടൽ സ്ട്രക്ചറോട് കൂടി കമ്പനീൻ്റെ ടോട്ടൽ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നമുക്കൊരു പിക്ചർ കിട്ടും, ഒരു ഔട്ട്ലൈൻ കിട്ടും. അപ്പോൾ ആ ഒരു ഔട്ട്ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ ഷെയർ ഹോൾഡേഴ്സിനും അവരുടെ ഷെയർ കളക്ട് ചെയ്യാനും അതുപോലെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുമുള്ള ഒരു ടെൻഡൻസീസ് ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ, തേർഡ് വൺ, യൂട്ടിലിറ്റി ടു ക്രെഡിറ്റേഴ്സ്. യൂട്ടിലിറ്റി ടു ക്രെഡിറ്റേഴ്സ്. യൂട്ടിലിറ്റി ടു ക്രെഡിറ്റേഴ്സ്. ആരാണ് ക്രെഡിറ്റേഴ്സ്? നമുക്കറിയാം, നമ്മുടെ കമ്പനിയിലേക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ടീമിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രോഡക്റ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റാ മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം അവർ കൊടുക്കും. എന്തിന്? ക്യാഷ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ക്യാഷ് റീപേയ്മെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അപ്പോൾ റീപേയ്മെന്റ് കപ്പാസിറ്റി ഉണ്ടാവണമെങ്കിൽ ലിക്വിഡിറ്റി പൊസിഷൻ ഉണ്ടാവണം. അപ്പോൾ ലിക്വിഡിറ്റി പൊസിഷൻ ഹയർ ലെവലിലാണോ? ദാറ്റ് മീൻസ് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്തിട്ടാണ് ലിക്വിഡിറ്റി പൊസിഷൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്താ ചെക്ക് ചെയ്യുന്നത്? അവരുടെ കറണ്ട് റേഷ്യോ എങ്ങനെയാണ്. അപ്പോൾ റേഷ്യോ അനലൈസിസിലെ കറണ്ട് റേഷ്യോന്റെ വോളിയം അവർ ചെക്ക് ചെയ്യും. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും എങ്ങനെയാണ് നിൽക്കുന്നത്, അവർക്ക് സോൾവൻസി പൊസിഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇക്വിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം പേയ്മെന്റ് നടത്താനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടോ എന്നുള്ള ഇവാലുവേഷൻ പ്രോസസ് നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റേഴ്സ് കൂടുതൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് സപ്ലൈ ചെയ്തു കൊടുക്കും. അപ്പോൾ ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോ അനലൈസിസ് ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതോടുകൂടി അവർക്ക് അവരുടെ പ്രോസസ് സുഗമമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വൺ, യൂട്ടിലിറ്റി ടു എംപ്ലോയീസ്. ഫോർത്ത് വൺ, യൂട്ടിലിറ്റി ടു എംപ്ലോയീസ്. ഓക്കെ, എംപ്ലോയീസ്. ഇപ്പോൾ നമ്മളൊക്കെ വർക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കോഴ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി, ദെൻ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ അതിൻ്റെ ഒരു 10% അല്ലെങ്കിൽ ഒരു 5% ഓർ 15% നിങ്ങൾ ഇൻക്രിമെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റും കൂടി കിട്ടണം. ഇപ്പോൾ ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്, അതുപോലെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ്, വെഹിക്കിൾ ഫെസിലിറ്റീസ്, ഇൻഷുറൻസ് ഫെസിലിറ്റീസ്, ഇങ്ങനെ പറയുന്ന എക്സ്ട്രാ ആയിട്ടുള്ള ഇവൻറ്റും കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? കമ്പനീൻ്റെ പൊസിഷൻ എന്താണ്, ബാലൻസ് ഷീറ്റിൻ്റെ പൊസിഷൻസ് എന്താണ്, കമ്പനീൻ്റെ പ്രോഫിറ്റിൻ്റെ രീതി എന്താണ്, ആ പ്രോഫിറ്റ് എങ്ങനെയാണ് കമ്പനി ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അപ്പോൾ അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ് എന്തെല്ലാമാണ്. അപ്പോൾ അവിടെ ഫേമിൽ സാലറി ഒരുപാടുണ്ട്, പക്ഷേ വർക്കിംഗ് കണ്ടീഷൻസ് വളരെ മോശമാണ്. അതായത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ മോശമാകുമ്പോൾ സ്വാഭാവികമായും എംപ്ലോയീസ് എന്ത് ചെയ്യും? ആബ്സെൻറ്റീസം ഉണ്ടാവും. അപ്പോൾ ആ എംപ്ലോയീസിൻ്റെ ആബ്സെൻറ്റീസം റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് അവിടെ വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് ആ ഫോം ഉണ്ടാക്കിയുള്ള പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും അവിടുത്തെ ഫെസിലിറ്റീസ്, അതായത് അവർക്ക് കൊടുക്കുന്ന വർക്കിംഗ് കണ്ടീഷൻസ്, അതുപോലെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, ദെൻ സാലറി, ദെൻ കമ്മീഷൻ, ഓവർ ടൈം ഫെസിലിറ്റീസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. അപ്പോൾ വേജസ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വേജസിൻ്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് എംപ്ലോയീസ് ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? അതിനകത്ത് ഇൻവോൾവ് ആകും. The last one, utility to government. Fifth one, utility to government. Government authority. ഇപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് എന്ത് ബെനിഫിറ്റ് ആ റേഷ്യോ അനലൈസിസ് ചെക്ക് ചെയ്യുന്നതുകൊണ്ടുണ്ടാവുക? ഇപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രീസിന്റെ ആ ഒരു ഇൻഡസ്ട്രീസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പോകുന്നത് നോക്കും. ദെൻ ഫോർമുലേറ്റ് ദ വാരിയസ് പോളിസീസ്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഒരുപാട് പോളിസീസ് കൊണ്ടുവരും. ഇപ്പോൾ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ലൈസൻസ് പോളിസീസ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പോളിസീസ് ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ക്യാൻ ഇംപ്ലിമെന്റ് ദ പ്രൈസ് കൺട്രോൾ മെഷേഴ്സ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. പ്രൈസ്, ഒരു പ്രോഡക്റ്റിന്റെ മാക്സിമം പ്രൈസ് ഇത്രേ ആവാൻ പാടും, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. ദാറ്റ് മീൻസ് കൺസ്യൂമേഴ്സിനെയും കൂടി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഗവൺമെന്റിനും ഈ പറയുന്ന റേഷ്യോ അനലൈസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ജനറൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. റേഷ്യോ അനലൈസിസ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് യൂട്ടിലിറ്റി ടു മാനേജ്മെന്റ്, യൂട്ടിലിറ്റി ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്, then utility to creditors,
utility to employees, and utility to government. Next topic, objectives or purposes of ratio analysis. Objectives or purposes. Ratio analysis. Objectives and purposes. ഒരു റേഷ്യോ അനലൈസിസ് അപ്ലൈ ചെയ്യുന്നതോടുള്ള പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ടു സ്റ്റഡി ദ ഷോർട്ട് ടൈം സോൾവൻസി ഓഫ് എ ഫേം. ടു സ്റ്റഡി ഷോർട്ട് ടേം solvency of a firm or unit. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ ഷോർട്ട് ടേം സോൾവൻസി, ദാറ്റ് മീൻസ് ലിക്വിഡിറ്റി പവർ എന്താണെന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി റേഷ്യോ അനലൈസിസ്. ഫോർ എക്സാമ്പിൾ, ക്വിക്ക് റേഷ്യോ, കറണ്ട് റേഷ്യോ, സൂപ്പർ ക്വിക്ക് റേഷ്യോ. ഈ 3 റേഷ്യോസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഷോർട്ട് ടൈം സോൾവൻസി എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. സോ ടു സ്റ്റഡി ദ ഷോർട്ട് ടൈം സോൾവൻസി ഓഫ് എ ഫേം. Then second one, to study long-term solvency of a firm. ഷോർട്ട് ടേം പഠിക്കുന്ന പോലെ തന്നെ എന്താണ് ലോങ് ടേമിലുള്ള സോൾവൻസി എങ്ങനെയാണ് എന്നുള്ള സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. Then third one, to determine the profitability. Determine the profitability of a firm. അപ്പോൾ ഫേമിന്റെ പ്രോഫിറ്റബിലിറ്റി എന്താണ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ദാറ്റ് മീൻസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ. അപ്പോൾ അതുപോലെയുള്ള പ്രോഫിറ്റബിലിറ്റി, ആ ഫേമിന്റെ പ്രോഫിറ്റബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. The next one, to measure the performance of a firm. To measure the performance of a firm. ആ ഫേമിന്റെ പെർഫോമൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഏണിങ്സ്, അതുപോലെ ഫേമിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഇവന്റ്, ഇത് എല്ലാം കൂടി ഇവാലുവേറ്റ് ചെയ്യുന്ന അതിന്റെ ടോട്ടൽ ആ യൂണിറ്റിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത്, പ്രോഫിറ്റബിലിറ്റിന്റെ വോളിയം മുകളിലേക്കാണോ അല്ലെങ്കിൽ ലോസിന്റെ വോളിയം കൂടിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള ടോട്ടൽ റിസൾട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഷ്യോ അനലൈസിസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ടു ഫെസിലിറ്റേറ്റ് ദ പ്രോസസ് ഓഫ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്. ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് നടക്കും. It's the process to facilitate the process of financial forecasting. That means എവിടെയാണോ നമുക്ക് ലോസ് ഉണ്ടാകുന്നത് ആ ലോസിനെ ഓവർകം ചെയ്യാനുള്ള റെമഡിയൽ മെഷേഴ്സ് കൊണ്ടുവരാൻ റേഷ്യോ അനലൈസിസ് ഇംപ്ലിമെന്റ് ചെയ്യും. സോ അപ്പോൾ നമുക്ക് ആ ഒരു ലോസിനെ ഓവർകം ചെയ്ത് പോകുന്നു. അപ്പോൾ അവിടെ എന്താണ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി റേഷ്യോ അനലൈസിസ് യൂട്ടിലൈസ് ചെയ്യുന്നു. Then to communicate the strength and weakness of a firm. അപ്പോൾ ആ ഫോമിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. റേഷ്യോ അനലൈസിസിലൂടെ കമ്മ്യൂണിക്കേഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് എ ഫോം. ആ ഫോമിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെയാണ് എന്തിനു സഹായിക്കുന്നുണ്ട്, ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ നടക്കും. ദാറ്റ് മീൻസ് ഇയർ ബൈ ഇയറിൽ അല്ലെങ്കിൽ ഇവന്റ് ടു ഇവന്റ്, ദാറ്റ് മീൻസ് ഒരു കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റിയും ലോങ് ടേം ലാബിലിറ്റിയും ഫിക്സഡ് അസറ്റ്സും തമ്മിലുള്ള സെയിൽസും ഫിക്സഡ് അസറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ഒരു കമ്പാരിസൺ പ്രോസസ്സ് എന്ത് ചെയ്യും, ഈ ഒരു
റേഷ്യോ അനലൈസിസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ സാധിക്കും. ദെൻ ടു എനാബിൾ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ പ്രോഫിറ്റിൻ്റെ വോളിയം, സെയിൽസിൻ്റെ വോളിയം, സ്റ്റോക്കിൻ്റെ വോളിയം, കറണ്ട് റേഷ്യൂസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ മാനേജേഴ്സിന്, ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ക്വിക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതായത് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പോളിസീസിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കാനുള്ള ലെവലിലേക്ക് ഈ ഒരു റേഷ്യോ അനലൈസിസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത് ഇത്രയും ഇവന്റ് ആണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യൂസ് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓർ ഫങ്ഷൻസ്. വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസ് എന്ന് പറയുന്നത് ഐദർ നേച്ചർ ഓർ ഫങ്ഷൻ. നോക്കാം, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചർ ഓർ ഫങ്ഷൻസ്. Broadly classified into 5 categories. Number 1, liquidity ratio. Second one, leverage ratio. Third one, activity ratio. Fourth one, profitability ratio. And fifth one, market test ratio. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് കൃത്യമായി നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇപ്പോഴാണ് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. തിയറി ഏരിയയും ചോദിക്കാറുണ്ട്, പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനും ചോദിക്കാറുണ്ട്. Okay, so 5 category ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ലിക്വിഡിറ്റി, സെക്കൻഡ് വൺ ലീവറേജ്, തേർഡ് ആക്ടിവിറ്റി, ഫോർത്ത് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിഫ്ത്ത് വൺ മാർക്കറ്റ് ടെസ്റ്റ്. ക്ലിയർ? Then what do you mean by liquidity ratio, or what is the purpose for preparation or to analyze liquidity ratio? To know the liquidity position or short term solvency of a firm. ഒരു ഫേമിൻ്റെ ഷോർട്ട് ടേം സോൾവൻസി അല്ലെങ്കിൽ ഷോർട്ട് ടേമിലുള്ള പേയ്മെൻറ്റ് നടത്താനുള്ള കപ്പാസിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലിക്വിഡിറ്റി റേഷ്യോ യൂട്ടിലൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, സൂപ്പർ ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോയുടെ അനദർ നെയിമാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ആസിഡ് ടെസ്റ്റ് റേഷ്യോ, കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ആൻഡ് സൂപ്പർ ക്വിക്ക് റേഷ്യോ. Then how to calculate current ratio, or how to calculate quick ratio, then how to calculate super quick ratio. നമ്മൾ പറഞ്ഞു രണ്ട് ഇവന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് റേഷ്യൂസ് എന്ന് പറയുന്നത്. സോ ലിക്വിഡിറ്റി റേഷ്യോ, the relationship between current assets and current liabilities. Liquidity ratio, the relationship between current assets and current liability. That's the relationship. Then current ratio, standard ratio 2:1. Quick ratio, standard ratio is 1:1. Then super quick ratio 0.5:1. Standard ratio. Please remember, quick ratio, the standard ratio 2:1. Sorry, current ratio. Quick ratio is the standard ratio is 1:1. Then super quick ratio, the standard ratio is 0.5:1. Okay. Then how to calculate current ratio? Current assets divided by current liabilities. Balance sheet നമുക്ക് തന്നിരിക്കും. ബാലൻസ് ഷീറ്റിനകത്ത് ഫിക്സഡ് അസറ്റ്സ് ഉണ്ടാവും, കറണ്ട് അസറ്റ്സ് ഉണ്ടാവും, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ടാവും. ദെൻ ലാബിലിറ്റി സൈഡിൽ ലോങ് ടേം ലാബിലിറ്റി ഉണ്ട്, ഷോർട്ട് ടേം ലാബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ്. ദെൻ സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് ഓർ ദ സ്റ്റാൻഡേർഡ് റേഷ്യോ ഓഫ് കറണ്ട് റേഷ്യോ ഈസ് 2:1. ഇപ്പോൾ 2:1 കൂടുതലാണ് നമുക്ക് കിട്ടുന്ന റേഷ്യോ എങ്കിൽ സൗണ്ട് പൊസിഷനിലാണ് കമ്പനി. ദെൻ ലെസ് ദാൻ 2:1 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എങ്കിൽ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, ദാറ്റ് മീൻസ് ലിക്വിഡിറ്റി പൊസിഷൻ അൺസൗണ്ട് ആണ്. അതാണ് അവിടുത്തെ ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, അതിനാണ് നമുക്ക് സ്റ്റാൻഡേർഡ് റേഷ്യോ തരുന്നത്. അതിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ കമ്പനി ലിക്വിഡിറ്റി പൊസിഷൻ ഹയർ ലെവലിലാണ് അല്ലെങ്കിൽ സൗണ്ട് പൊസിഷൻ ആണ് എന്ന് പറയാം. അല്ലാത്ത കേസിൽ ലെസ് ദാൻ 2 ആണെങ്കിൽ ദെൻ അൺസൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്.
Then same way, quick ratio. How to calculate quick ratio? ഇപ്പോൾ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഏതൊക്കെ? സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക്, ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന ഇവന്റ് ഒക്കെ ഏതിൽ വിടുന്നതാണ്? കറണ്ട് അസറ്റ്. അതായത് സ്റ്റോക്ക് വരും, ഡെറ്റേഴ്സ് വരും, ബിൽസ് റിസീവബിൾ വരും, ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് വരും. ഏതിനകത്ത്? കറണ്ട് അസറ്റ്സിൽ. ദെൻ കറണ്ട് ലയബിലിറ്റീസോ? സൺഡേ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ദെൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇതൊക്കെ സാധാരണഗതിയിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഇത്രയും കറണ്ട് അസറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി വിൽ ഗെറ്റ് കറണ്ട് റേഷ്യോ. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 2:1 ആണ്. ഇപ്പോൾ 2:1 കൂടുതലാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എങ്കിൽ സൗണ്ട് പൊസിഷനിലാണ്. ലെസ് ദാൻ 2 ആണെങ്കിൽ അൺസൗണ്ട് പൊസിഷനിലാണ് നമ്മൾ. ലിക്വിഡിറ്റി പൊസിഷൻ. ലിക്വിഡിറ്റി മീൻസ് ഷോർട്ട് ടേമിന്റെ റീപേയ്മെന്റ്. ഓക്കെ, ദെൻ ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? സഡൻലി എന്ത് ചെയ്യാൻ പറ്റും? റീപേയ്മെന്റ് നടത്താൻ വേണ്ടി പറ്റണം. അപ്പോൾ സഡൻലി റീപേയ്മെന്റ് നടത്താൻ പറ്റാത്ത ഇവന്റ് കറണ്ട് അസറ്റ്സിൽ ഏതാണ്? അതിനെ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ സ്റ്റോക്ക് നമ്മൾ കരുതുന്ന ഡേറ്റിൽ സ്റ്റോക്ക് വിറ്റഴിച്ചുകൊണ്ട് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഡെറ്റേഴ്സിന്റെ ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റും, ബിൽസ് റിസീവബിളിന്റെ ക്യാഷ് കിട്ടും ആണല്ലോ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. അതുപോലെ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇതൊക്കെ പറഞ്ഞ കറണ്ട് അസറ്റാണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് എന്നാണ് സ്റ്റോക്ക് പൂർണ്ണമായി വിറ്റഴിക്കപ്പെട്ട് ക്യാഷ് ആക്കി മാറ്റുക എന്നുള്ളത് പ്രീ പ്ലാൻഡ് അല്ല. ദെൻ പ്രീപെയ്ഡ് അസറ്റ്സ്, അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അത് നമ്മൾ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ ഇയറിലേക്ക് കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ ഓൾറെഡി പേ ചെയ്തതാണ്, പക്ഷെ അത് ഈ ഒരു വർഷത്തേക്ക് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. സോ ക്വിക്ക് റേഷ്യോ കാണുമ്പോൾ കറണ്ട് അസറ്റ്സിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ വോളിയവും പ്രീപെയ്ഡ് എക്സ്പെൻസസും ഡിഡക്റ്റ് ചെയ്യണം. Then, while the calculation of quick ratio, current assets is equal to of stock and prepaid expenses should be deducted from current assets. അപ്പോൾ കറണ്ട് അസറ്റിന്റെ ടോട്ടൽ വോളിയത്തിൽ നിന്ന് എന്ത് ചെയ്യുക? ഇപ്പോൾ ഇവിടെ നമ്മൾ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഇവന്റും എടുക്കും. ക്യാഷ് എടുക്കണം, ബാങ്ക് എടുക്കണം, സൺഡ്രി ഡെറ്റേഴ്സ് എടുക്കണം, സ്റ്റോക്ക് എടുക്കണം, ബിൽസ് റിസീവബിൾ എടുക്കണം, പ്രീപെയ്ഡ് എക്സ്പെൻസ് എടുക്കണം. ഇത്രയും ഇവന്റ് എടുത്തിട്ടാണ് കറണ്ട് അസറ്റ് ടോട്ടൽ ചെയ്യുക. എന്നാൽ ക്വിക്ക് റേഷ്യോ കാണുന്ന സമയം കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ഏത് മാത്രമേ ഉള്ളൂ? എക്സ്ക്ലൂഡിങ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് സ്റ്റോക്ക്. റിമൈനിങ് പാർട്ട് എന്താണോ അതിന്റെ സമ്മറിയാണ് കറണ്ട് അസറ്റ്. ഏതിന്റെ കേസിൽ? ക്വിക്ക് റേഷ്യോന്റെ കേസിൽ. ദെൻ ഇൻ ദ കേസ് ഓഫ് കറണ്ട് ലയബിലിറ്റീസ്, അപ്പോൾ കറണ്ട് ലയബിലിറ്റീസിന്റെ കേസിലും ഏതാണ്? ചില കേസിൽ ഇതൊരു ആർഗ്യുമെന്റ് നടക്കുന്ന ഇവന്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ട്രീറ്റ് ചെയ്യാറില്ല. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ക്വിക്ക് റേഷ്യോന്റെ കറണ്ട് ലയബിലിറ്റി ഐറ്റത്തിൽ ട്രീറ്റ് ചെയ്യാറില്ല. നമ്മൾ സിലബസ് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ലയബിലിറ്റിയിൽ മാറ്റം വരുത്താറില്ല. ക്വിക്ക് റേഷ്യോ കാണുന്ന കറണ്ട് ലയബിലിറ്റി എന്താണോ, കറണ്ട് റേഷ്യോ കാണുന്ന കറണ്ട് ലയബിലിറ്റി എന്താണോ അത് തന്നെ ആയിരിക്കും ക്വിക്ക് റേഷ്യോ കാണുമ്പോഴുള്ള കറണ്ട് ലയബിലിറ്റി. പക്ഷെ കറണ്ട് അസറ്റ് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും എന്ത് ചെയ്യാറില്ല? ഈ പറയുന്നതിനകത്ത് അസറ്റിൽ ട്രീറ്റ് ചെയ്യാറില്ല. ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ സൂപ്പർ ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്തിനാണ് സൂപ്പർ ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സൂപ്പർ ക്വിക്ക് റേഷ്യോ ദാറ്റ് മീൻസ് സൂപ്പർ ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇപ്പോൾ സൂപ്പർ ക്വിക്ക് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സൂപ്പർ ക്വിക്ക് അസറ്റ്സ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതുപോലെ ഡെറ്റേഴ്സ്, ദെൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്, ഇത്രയും ഇവന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൂപ്പർ ക്വിക്ക് റേഷ്യോയിൽ ട്രീറ്റ് ചെയ്യുന്നത്. കറണ്ട് ലയബിലിറ്റീസ് ഇവിടെ എടുക്കുമ്പോൾ തന്നെ കറണ്ട് റേഷ്യോയിൽ എടുക്കുന്ന കറണ്ട് ലയബിലിറ്റി തന്നെയാണ്, ക്വിക്ക് റേഷ്യോയിൽ എടുക്കുന്ന കറണ്ട് ലയബിലിറ്റി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സൂപ്പർ ക്വിക്ക് റേഷ്യോയിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡിന്റെ ബേസിന് വ്യത്യാസം ഉണ്ടായിരിക്കും. കറണ്ട് റേഷ്യോ 2:1 ആണ്, ക്വിക്ക് റേഷ്യോ 1:1 ആണ്. then super quick ratio 0.5:1 ആണ്. then ഒരിക്കൽ കൂടി current ratio is equal to current assets divided by current liability.
quick ratio or acid test ratio is equal to quick assets divided by current liabilities. Then super quick ratio is equal to super quick assets divided by current liabilities. The standard ratio of current ratio is 2:1. Then quick ratio is 1:1. Super quick ratio 0.5:1. Is it clear? Thank you.